ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തിട്ടുള്ളൊരു സീക്വൻസ് ഏതായിരിക്കും? ഞാൻ മുമ്പത്തെ ഇന്റർവ്യൂ പറഞ്ഞ എനിക്ക് തിയേറ്റർ സീൻ ഭയങ്കര വർക്കായിരുന്നു. അത് കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ അതിപ്പം ടോട്ടലി അത് പിന്നെ ഇപ്പം കാണുന്ന വേർഷനും ഭയങ്കര ട്രിമ്മഡാണ്. ഭയങ്കര ലെങ്തി ആയിട്ടൊരു സീനായിരുന്നു. പിന്നെ ചില ആൾക്കാർക്ക് ലാഗാണ്, ചില ആൾക്കാർക്ക് അത് ഓക്കെയാണ്. ഈ ഈ ഓരോ സീൻ വരുമ്പോൾ തന്നെ ഇതിന്റെ ബാക്കിലുണ്ടായിരുന്ന പാട്ട് അതൊരു കിഡിലായിരുന്നു. ഈ ദേവരാജിന്റെ ഇൻട്രോയില് കാണിക്കുന്ന മണിച്ചേട്ടന്റെ ആ പാട്ട് ഇപ്പം ഭയങ്കര ഹിറ്റാണ്. അപ്പം ആ ഒരു നിങ്ങളുടെ എഡിറ്റിനൊപ്പം ആ പാട്ട് മിക്സ് ചെയ്യുന്നതിന്റെ അത് കണ്ടിരുന്നോ? അതെ അതെ, അത് പാട്ട് നമുക്ക് വന്നിരുന്നു. പാട്ട് അത് ബിബിൻ ഐഡിയ കൊണ്ട് വന്നത്, മണിയുടെ പാട്ട് ആഡ് ചെയ്യാം എന്നുള്ള കാര്യം. നമ്മൾ അതിൻ്റെ ഒരു അത് ലീനിയർ ആയിരുന്നു ആ സീക്വൻസ് മൊത്തം. അപ്പം സവിനോട് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് സവിൻ കുറച്ച് കൊട്ട് പാടുന്നതൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് ആഡ് ഓൺ ചെയ്ത് വന്നപ്പോൾ ബിബിൻ പറഞ്ഞു, എടാ ഇവിടെ മണിയുടെ പാട്ട് വെച്ച് കട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ മണിയുടെ പാട്ട് വെച്ച് കട്ട് ചെയ്തു, വർക്കായി. പിന്നെ റിമിക്സ് ചെയ്തു. ആ ഒരു ബീജി മൊത്തം കണ്ട സമയം, എഡിറ്റ് കൊടുത്തിട്ട് ബീജി മൊത്തം കണ്ട സമയത്ത് എവിടെയെങ്കിലും ഓക്കെ ഇത് വേണ്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം അങ്ങനെ സജഷൻസ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ ഒരു മ്യൂസിക് ഇമ്പ്രൂവ് ചെയ്യേണ്ട അത് നമുക്ക് തോന്നും. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടാണ് അങ്കിതേട്ടനും ടീമൊക്കെ. നമുക്ക് പറയുന്നതൊക്കെ അവർ ചെയ്തു തരും. അവർ ഭയങ്കരമായിട്ട് ബാക്ക് ചെയ്തിട്ടുണ്ട്. ചില എഡിറ്റൊക്കെ അവർ ചിലതൊന്നും ചേഞ്ച് ചെയ്തിട്ടേ ഇല്ല. ചില സോങ്സ് ഒക്കെ റെഫറൻസ് ട്രാക്ക് പോലും ഇല്ല, അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുത്താണ്. പക്ഷെ അത് രണ്ടാമത് സോങ് ഇട്ട് വന്നു കഴിഞ്ഞപ്പം കറക്റ്റ് ബീറ്റിന് അവരത് ഫിക്സ് ചെയ്തേക്കുന്നത്. അത് എഡിറ്റിൽ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു വാഴേന്റെ ഫുൾ പാക്ക് വിപിൻ ചേട്ടനാണെങ്കിലും അഖിൽ ചേട്ടനാണെങ്കിലും നിങ്ങൾ ആ ഒരു ടീം ഭയങ്കര രസമുള്ള ടീമാണ്. എങ്ങനെയുണ്ടായിരുന്നു? വിപിൻ ചേട്ടൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ വാഴ കഴിഞ്ഞു, വാഴ 2 കഴിഞ്ഞു. ആ ഒരു ഞാൻ വിപിൻ ചേട്ടൻ്റെ കൂടെ അന്താക്ഷരി തൊട്ടിട്ട് സ്പോട്ട് എഡിറ്ററാണ്. അപ്പം തൊട്ട് എനിക്ക് വിപിൻ ചേട്ടനെ അറിയാം. അങ്ങനെയാണ് വിപിൻ ചേട്ടൻ വാഴ 1 എത്തിച്ചത്. വിപിൻ ചേട്ടൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ബേസിക്കലി എഡിറ്ററാണ്. അപ്പോൾ അങ്ങനെ ഒരു എന്തോ ഒരു സെറ്റാണ്. ഇപ്പം വാഴ 1 ആണ് ഫസ്റ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് എഡിറ്റ് ചെയ്യുന്ന ഫിലിം. അപ്പം അങ്ങനെ ഒരു ഫിലിം വിപിൻ ചേട്ടൻ കയ്യിലേക്ക് തരുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൊരു ഇമോഷൻ അത് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലില്ല, പുള്ളി ഇങ്ങനെ പടം തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പടം തുടങ്ങുന്നുണ്ട്, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പുള്ളി പോകാൻ കട്ടിയത്. വേറെ ചോദ്യം പറച്ചിലുണ്ടായില്ല. പിന്നെ വിളിപ്പിച്ചിട്ട് അപ്പോൾ ചെയ്യുമല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യത്. എനിക്ക് തോന്നുന്നു പുള്ളി ഇങ്ങനെ നേരത്തെ ഒരു ഇന്റർവ്യൂല് അഖിലും ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി വിളിപ്പിച്ചു, നീയാണിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ സംവിധായകനാണെങ്കിലും പുള്ളി ഇങ്ങനെ പുള്ളിന്റെ ആ ഒരു പിക്കിങ് എന്താണ് പുള്ളി ഇങ്ങനെ പറയാൻ എന്താന്ന് ഇപ്പോഴും വ്യക്തമല്ല. പുള്ളി അങ്ങനെയാണ്. എല്ലാവരും ഇപ്പോൾ ടെക്നിക്കലി ഇരിക്കുമ്പോൾ തന്നെയുള്ള എല്ലാവരെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പോൾ ആര് വന്ന് ടെക്നിക്കൽ ക്രൂവിനെ കുറിച്ചൊരു ആരെന്ത് ചെയ്യും, ഇവൻ എങ്ങനെയാണ് ഇവൻ്റെ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ സ്പോട്ട് ചെയ്യുന്നില്ല പുള്ളി ടീമിൽ, വേറെ കാർത്തിക് എന്ന് പറഞ്ഞ ആളാണ് സ്പോട്ട് ചെയ്യുന്നത്. അപ്പം പുള്ളി ടീം ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിയതായ ഒരു ഇതുണ്ട്, ജഡ്ജ് ചെയ്യും, ഇവൻ ഇത് ചെയ്യാൻ ഓക്കെയാണ് എന്നൊക്കെ പുള്ളി തന്നെയാണ്. ഈ 60 സിനിമകളോളം സ്പോട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ആളാണ്. ഫസ്റ്റ് സിനിമയുടെ എക്സ്പീരിയൻസും ഫസ്റ്റ് സിനിമയുടെ ആ ഒരു സെറ്റ് ഒക്കെ ഓർമ്മയുണ്ടോ? പിന്നെ ഏതായിരുന്നു ഫസ്റ്റ് സിനിമ? ആക്ഷൻ റബിജു. എങ്ങനെയുണ്ടായിരുന്നു ആ സെറ്റിലെ സ്പോട്ട് എഡിറ്റിംഗ്? ഞാൻ അതിൽ അസിസ്റ്റന്റ് സ്പോട്ട് എഡിറ്ററാണ് വന്നത്. പിന്നെ പകുതിക്ക് തൊട്ടിട്ട് ഇൻഡിപെൻഡന്റ് ആയി. നല്ല എല്ലാം ഓർമ്മയുണ്ട്. നമുക്കറിയാലോ അന്ന് ബഹളങ്ങളൊക്കെ ആയിരിക്കും. അതെ എല്ലാം നല്ലപോലെ ഓർമ്മയുണ്ട്. ഈ വാഴ വരെ ഉള്ള ഒരു ആ 60 സിനിമകളുടെ എഡിറ്റിംഗ് അതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, സ്പോട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെയില്ല. പക്ഷെ എനിക്ക് വിപിൻ ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോഴാണ് കുറച്ചുകൂടെ നമ്മൾ എൻ്റെ രീതിക്ക് ചെയ്യാനുള്ളൊരു ഫ്രീഡം കിട്ടുന്നത്. നേരത്തെയൊക്കെ അവർ മറ്റു ഡയറക്ടേഴ്സ് പറയും അത് എഡിറ്റർ ചെയ്യുമല്ലോ. അപ്പം ഞാൻ ബേസിക്കലി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യും. സീൻസൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അത് മറ്റ് ഡയറക്ടേഴ്സിനെ കാണിച്ച് ചെയ്യുമ്പോൾ അവർ പറയും എടാ ഇത് ഇത്ര ഫാസ്റ്റ് ആക്കണ്ട, അത് എഡിറ്റർ ചെയ്യുമല്ലോ എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ വിപിൻ ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ നേരെ തിരിച്ചായിരുന്നു. അങ്ങനെ വിപിൻ ചേട്ടൻ്റെ സെറ്റായി.